പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 4 ബുധൻ. പ്രധാന വാർത്തകൾ. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ വില കിലോ ലിറ്ററിന് 1318 രൂപ വർദ്ധിപ്പിച്ചു. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ നിലവിൽ വന്നു. ഇതോടെ വിമാന ടിക്കറ്റിന്റെ വില ഉയരും. ടിക്കറ്റുകളുടെ വില നിശ്ചയിക്കുന്ന പ്രധാന ഘടകമാണ് ഇന്ധനച്ചെലവ്. ജീവനക്കാരുടെ ശമ്പള ആനുകൂല്യ ചെലവ് കഴിഞ്ഞാൽ ഫ്ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിവരുന്ന രണ്ടാമത്തെ വലിയ ചെലവാണ് ഇന്ധനം. അതുകൊണ്ടുതന്നെ ഇന്ധനത്തിന് വില കൂടിയാൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിക്കും. അവധിക്കാല യാത്രയ്ക്കായി കാത്തിരിക്കുന്ന പ്രവാസികൾക്ക് കൂടുതൽ ഭാരമാകും ഈ വില വർധന. ദാഹിറ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഡിസംബർ 5 മുതൽ 9 വരെ ഇബ്രി വിലായത്തിൽ നടക്കും. ഒമാൻ, ഗൾഫ്, അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന സിനിമകൾ പ്രദർശിപ്പിക്കും. സിനിമാ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ദാഹിറ ഗവർണറേറ്റിന്റെ കലാപരവും ചരിത്രവുമായ പൈതൃകം ഉയർത്തിക്കാട്ടുന്നതിനുമായി ഒമാൻ ഫിലിം സൊസൈറ്റി ദാഹിറ ഗവർണറുടെ ഓഫീസുമായി സഹകരിച്ചാണ് പരിപാടി നടത്തുന്നത്. രാജ്യത്തുടനീളം നടക്കുന്ന പരിപാടികളിലൂടെ ഒമാന്റെ ചലച്ചിത്ര വ്യവസായത്തെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുന്നതെന്ന് ഒമാൻ ഫിലിം സൊസൈറ്റിയുടെ ഫെസ്റ്റിവലിന്റെയും ചെയർമാനുമായ മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ അജ്മി പറഞ്ഞു. സമൂഹ മാധ്യമങ്ങൾ വഴി ക്യാഷ് പ്രൈസ് വാഗ്ദാനം ചെയ്ത് ഒരു ബാങ്കിന്റെ പേരിൽ നടക്കുന്ന മത്സരം തട്ടിപ്പാണെന്നും ഇതിൽ അകപ്പെടരുതെന്നും മുന്നറിയിപ്പുമായി പോലീസ്. സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനിലൂടെ ഇത്തരം തട്ടിപ്പിനെ കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നും ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് റിസർച്ച് ജനറൽ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. മത്സരത്തിൽ പണം സമ്മാനമായി ലഭിച്ചതായി കാണിച്ച് വ്യക്തികളുടെ ബാങ്കിംഗ് വിവരങ്ങൾ ചോദിച്ചറിയുകയും ഇത് ഉപയോഗപ്പെടുത്തി പണം അപഹരിക്കുകയും ചെയ്യുന്നതാണ് രീതി. ഇലക്ട്രോണിക് ലിങ്ക് നൽകിയാണ് വ്യക്തിപരവും ബാങ്കിംഗ് വിവരങ്ങളും കൈക്കലാക്കുന്നത്. വിശ്വാസ്യത വരുത്തുന്നതിനായി OTPയും തട്ടിപ്പ് സംഘം ദുരുപയോഗം ചെയ്യുന്നു. സംശയാസ്പദമായ സന്ദേശങ്ങൾ അവഗണിക്കണമെന്നും തട്ടിപ്പുകളെക്കുറിച്ച് അധികൃതരെ ഉടൻ വിവരം അറിയിക്കണമെന്നും പോലീസ് എക്സിൽ ആവശ്യപ്പെട്ടു. ബാങ്കിംഗ് വിവരം ഓൺലൈനിൽ വെളിപ്പെടുത്തരുത്. ബാങ്കുകളോ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളോ വ്യക്തിപരമോ ബാങ്കിംഗ് സംബന്ധമായോ ആയ വിവരങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ആവശ്യപ്പെടാറില്ലെന്നും ഇത്തരം തട്ടിപ്പുകളിൽ അകപ്പെടരുതെന്നും പോലീസ് നിർദ്ദേശിച്ചു. രാജ്യത്ത് ശൈത്യകാലം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഔട്ട്ഡോർ ക്യാമ്പുകൾക്ക് മാർഗനിർദ്ദേശങ്ങളുമായി മസ്കത്ത് നഗരസഭ. 48 മണിക്കൂറിലധികം നേരത്തേക്ക് ക്യാമ്പുകൾ അനുവദിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. കാരവൻ, ടെന്റ് എന്നിവയ്ക്കും ഇത് ബാധകമാണ്. അതേസമയം 100 റിയാൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകി പ്രത്യേക അനുമതി നേടി 48 മണിക്കൂറിലധികം ക്യാമ്പിംഗ് നടത്താം. ഈ അനുമതി പ്രകാരം 7 രാത്രി വരെ ക്യാമ്പ് നടത്താവുന്നതാണ്. മാത്രമല്ല നടപടിക്രമങ്ങൾക്ക് ശേഷം ദീർഘിപ്പിക്കാവുന്നതുമാണ്. നവംബർ 13 മുതൽ അപേക്ഷകൾ സ്വീകരിക്കുമെന്നും മുനിസിപ്പാലിറ്റി അറിയിച്ചു. മുനിസിപ്പാലിറ്റി നിശ്ചയിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ക്യാമ്പ് പാടുള്ളൂ. ഓരോ ക്യാമ്പ് സൈറ്റുമായി 5 മീറ്ററിൽ കുറയാത്ത അകലമുണ്ടായിരിക്കണം. ബീച്ചുമായും നിശ്ചിത അകലം വേണം. മത്സ്യബന്ധനക്കാരുടെയും സുരക്ഷാ അധികൃതർ വിലക്കേർപ്പെടുത്തിയ സ്ഥലങ്ങളിലും ക്യാമ്പിംഗ് പാടില്ല. പാർപ്പിട കേന്ദ്രങ്ങളിൽ നിന്ന് കുറഞ്ഞത് 100 മീറ്റർ അകലെയായിരിക്കണം. ക്യാമ്പിംഗ് സമയം സ്ഥലം വൃത്തിയായി സൂക്ഷിക്കണം. നിലവാരം കുറഞ്ഞ മൊബൈൽ ടോയ്ലറ്റുകൾ ഉപയോഗിക്കരുത്. വിളകൾക്കും കാട്ടുസസ്യങ്ങൾക്കും നാശനഷ്ടം ഉണ്ടാക്കരുത്. ക്യാമ്പിംഗ് സ്ഥലത്തെ പ്രകൃതിയിൽ എന്തെങ്കിലും പരിഷ്കരണങ്ങൾ വരുത്തുകയോ വൃത്തിഹീനമായ തടസ്സങ്ങൾ വയ്ക്കുകയോ ചെയ്യരുത്. മാലിന്യങ്ങൾ കത്തിക്കുകയോ കൂട്ടിയിടുകയോ ചെയ്യരുത്. ക്യാമ്പിംഗ് ലൈസൻസ് നേടിയ ആളാണ് ഓരോ സൈറ്റിലും മുഴുവൻ സമയവും സുരക്ഷാ ഉപകരണങ്ങളും മറ്റും നൽകേണ്ടത്. സൈറ്റിന് ചുറ്റും മതിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് താൽക്കാലിക വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചതും കാഴ്ചയെ തടയുന്നതുമാകരുത്. മുകളിലേക്ക് നേരിട്ട് ലേസറുകളോ ലൈറ്റുകളോ ഉപയോഗിക്കരുത്. നിരോധിത ലക്ഷ്യങ്ങൾക്ക് ക്യാമ്പോ ആടിനെയോ ഉപയോഗിക്കരുത്. അവ വിതരണം ചെയ്യുകയോ അരുത്. രാജ്യത്തെ നിയമങ്ങളും തീരുമാനങ്ങളും ഉത്തരവുകളും പൊതുമര്യാദകളും കർശനമായി പാലിക്കണം. അനുവദിച്ച ലൈസൻസിന്റെ നമ്പർ കാരവന്റെയോ ടെന്റിന്റെയോ ഇരിക്കുന്ന സ്ഥലത്തിന്റെയോ മുന്നിൽ ഒരു ഫലകത്തിൽ എഴുതി പ്രദർശിപ്പിക്കണം. ലൈസൻസ് ലഭിച്ചവർ ഒരിക്കലും അത് മറ്റൊരാൾക്ക് കൈമാറരുത്. ലൈസൻസിൽ പ്രതിപാദിച്ച ആവശ്യത്തിനല്ലാതെ സൈറ്റ് ഉപയോഗിക്കരുത്. കോൺക്രീറ്റോ മറ്റേതെങ്കിലും കെട്ടിട നിർമ്മാണ സാമഗ്രിയോ ഒരു ആവശ്യത്തിനും ഉപയോഗിക്കരുത്. സന്ദർശകർക്ക് അലോസരമുണ്ടാക്കുന്ന ജനറേറ്ററുകൾ ഉപയോഗിക്കരുത്. സൈറ്റിലേക്കും പുറത്തേക്കുമുള്ള വാഹനങ്ങളുടെ ഗതാഗതം, പാർക്കിംഗ് തുടങ്ങിയവ ക്രമീകരിക്കണം.
വലിയ ഉപകരണങ്ങൾ കൊണ്ട് സൈറ്റ് ലെവലാക്കുകയോ തടസ്സങ്ങൾ നീക്കുകയോ ചെയ്യരുത്. മുകളിൽ പ്രതിപാദിച്ച നിർദ്ദേശങ്ങളിൽ ഒന്ന് പാലിച്ചില്ലെങ്കിൽ 50 റിയാൽ പിഴ ചുമത്തും. ലൈസൻസില്ലാതെ ക്യാമ്പ് നടത്തിയാൽ 200 റിയാൽ പിഴ ഈടാക്കും. ലംഘനം ആവർത്തിക്കുകയും നിർദ്ദേശം പാലിക്കുകയും ചെയ്യാതിരുന്നാൽ കാരവനും ടെന്റും ക്യാമ്പുമെല്ലാം നീക്കം ചെയ്യുമെന്നും ഉത്തരവിൽ പറയുന്നു. ധോഫാർ ഗവർണറേറ്റിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വൈദ്യുതി കേബിളുകൾ മോഷ്ടിച്ച 4 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ധോഫാർ ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത്. ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് ROP അറിയിച്ചു. സമാന മോഷണം ബാത്തിന ഗവർണറേറ്റിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ഒമാൻ രാഷ്ട്രീയകാര്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഖലീഫ അൽ ഹർത്തിയും കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി ബന്ധവും പരസ്പര സഹകരണവും വിപുലീകരിക്കുന്നതിന് സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ന്യൂഡൽഹിയിൽ മന്ത്രാലയം ആസ്ഥാനത്തായിരുന്നു കൂടിക്കാഴ്ച. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, ബഹിരാകാശം എന്നീ രംഗങ്ങളിലെ സഹകരണം ചർച്ചയായെന്നും ഡോക്ടർ എസ് ജയശങ്കർ എക്സിൽ കുറിച്ചു. ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ കലാശക്കളിയിൽ ബുധനാഴ്ച ഇന്ത്യ-പാകിസ്ഥാൻ പോരാട്ടം. ആമിറാത്തിലെ ഹോക്കി സ്റ്റേഡിയത്തിൽ ബുധനാഴ്ച രാത്രി 7 മണിക്കാണ് മത്സരം. ചൊവ്വാഴ്ച നടന്ന ആദ്യ സെമിയിൽ പാകിസ്ഥാൻ ജപ്പാൻ 4-2-നും രണ്ടാം സെമിയിൽ ഇന്ത്യ മലേഷ്യയെ 3-1-നും തകർത്താണ് ഇരു ടീമുകളും ഫൈനലിലേക്ക് കടന്നുകയറിയത്. ഇന്ത്യയ്ക്കു വേണ്ടി ദിൽരാജ്, രോഹിത്, ഷർദാനന്ദ്, തിവാരി എന്നിവർ ഗോൾ നേടി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.